ഷാബാസിന്റെ പിതാവ് ഇക്ബാൽ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ ഇക്ബാൽ, താങ്കൾ എത്രത്തോളം വേദനയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്നറിയാം. ഇന്ന് താങ്കളുടെ മകനും പരീക്ഷ എഴുതേണ്ടതായിരുന്നു. താങ്കൾ ഇന്ന് സങ്കടത്തോടു കൂടി അതിൽ പ്രതികരിച്ചതും കണ്ടതാണ്. പക്ഷേ ഇന്ന് ഈ കേസിൽപ്പെട്ടിരിക്കുന്ന മറ്റ് 5 കുട്ടികളും അവർ പരീക്ഷ എഴുതി, തൻ്റെ മകൻ പരീക്ഷ എഴുതാൻ കഴിയാത്തതിലുള്ള വ്യസനം താങ്കൾ പറയുമ്പോൾ ആ പരീക്ഷ എഴുതാനുണ്ടാക്കിയ സാഹചര്യം അത് സർക്കാരിൻ്റെ കയ്യിലല്ല, അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എടുക്കുന്ന തീരുമാനമാണ്. അത് അറിയാതെ പോയോ? എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സർക്കാരിനെ വിശ്വാസമില്ലാത്തൊരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ 5 പേരും പിടിയിലായിട്ടുണ്ട്. ഇതിന്മേലുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നു. ഈ പറയുന്ന പിതാവിനെയും പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള സത്യം. എന്താണ് ഇപ്പോൾ പറയാനുള്ളത് സർക്കാരിനോട്? എനിക്ക് എൻ്റെ മകൻ രക്ഷപ്പെട്ടില്ല, എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കുറ്റവാളി രക്ഷപ്പെടുന്ന ഒരു ഇത് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ രക്ഷിതാവായ എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, ഇന്നലെ വരെ രാത്രി വരെ ഞാൻ എൻ്റെ ഭാര്യയും വിചാരിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തിലെങ്കിലും ഒരു അയവ് വന്നിട്ട് ആ കുട്ടികൾക്ക് ഈ വർഷം എക്സാം എഴുതണ്ട, അടുത്ത വർഷത്തേക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇക്ബാൽ പറഞ്ഞത്. അത് സർക്കാരിന്റെ കയ്യിലല്ല, ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് തീരുമാനിക്കുക എന്ന്. പക്ഷെ ഓക്കെ, അവർ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു വാക്ക് തന്നെയെങ്കിലും അവർക്ക് ഉച്ചരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരി, അതുപോലും ഇല്ല എന്നുള്ളത് കൊണ്ട് ദയനീയമായിട്ട് എനിക്ക് ഒരു വിഷമമുണ്ട്. അതായത് ആ 5 കുട്ടികൾക്കും പോലീസ് സംരക്ഷണത്തിൽ, അതല്ല കോപ്പി അടിച്ചിട്ട് അല്ല വേറെ എന്തെങ്കിലും, അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ് എന്ന് അറിഞ്ഞിട്ട് പോലും രക്ഷിതാക്കൾ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണ്, ജനങ്ങൾ മുഴുവനും മുദ്രകുത്തി, എന്നിട്ട് പോലും അതിന് ഒരു വാക്ക് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇച്ഛാശക്തിയോടെ പറഞ്ഞിട്ടില്ല. അതിൽ നമുക്കൊരു വിഷമമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തല്ല, ഭരണസമിതിയെ കുറ്റപ്പെടുത്തല്ല, എന്നാലും ഞങ്ങൾക്ക് വേദനയായ മുറിവേറ്റ മുറിവിന് ചെറിയൊരു ആശ്വാസത്തിന് ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ ഭാര്യ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തുടരും. ഇന്ന് എൻ്റെ മകൻ ഹോൾ ടിക്കറ്റ് വാങ്ങി വീട്ടിൽ അലമാരയിൽ കൊണ്ടുവച്ച്, ഉമ്മ കയ്യിൽ വെക്ക്, ഞാൻ SSLC പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഞങ്ങളെ അനുസരിച്ചിട്ട്, അത് ഇപ്പോഴും അവൾ എടുത്തെടുത്ത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ വിങ്ങിപ്പൊട്ടുന്നു. ഒരു പച്ചവെള്ളവും കുടിക്കാതെ വളരെയേറെ പ്രയാസപ്പെട്ടിട്ട് ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് എൻ്റെ മകൻ പോയി. എന്നാലൊരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഈ പ്രാവശ്യം അവർ എഴുതാണ്ട് അടുത്ത പ്രാവശ്യം ആക്ട് ഓക്കെ ഗവൺമെൻറ് ഒരു പറഞ്ഞു ഞങ്ങൾ, പക്ഷേ ആ ആക്ട് എന്തായാലും അവർക്ക് സംരക്ഷണം കൊടുത്ത് എഴുതാമൊക്കെ നമുക്കറിയാം. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, തെളിവുകളുണ്ട്, എല്ലാമുണ്ട്. അതുവരെ നമ്മളെ ഭാഗത്ത് നിന്ന് യാതൊരു ഇതും നീതിയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്ബാൽ, ഇപ്പോൾ പരീക്ഷ എഴുതിയ കാര്യം മാത്രമാണെങ്കിൽ അത് സർക്കാരിന്റെ കയ്യിലല്ല. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്നത് ഒരു കോടതി തന്നെയാണ്. അപ്പോൾ കോടതിയുടെ അധികാരങ്ങളുള്ള സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഇക്ബാൽ, ഈ വിഷയത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടും, കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് സർക്കാർ നൽകിയിട്ടില്ലേ? ഇന്നിപ്പോൾ സഭയിലെ ചർച്ചയിലേക്ക് പോലും നയിച്ചത് ഷാബാസ് വിഷയമാണ്, ഷാബാസിന്റെ മരണമാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് അവിശ്വാസം തോന്നിയത്? ഇപ്പോൾ താങ്കൾക്ക് തുറന്നു പറയാം, സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇപ്പോൾ MLA-മാരായാലും മന്ത്രിമാരായാലും നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു ഉറപ്പ് നൽകിയില്ല എന്നാണോ, സംസാരിച്ചില്ല എന്നാണോ? എവിടെയാണ് നിങ്ങൾക്ക് അവിശ്വാസം തോന്നുന്നത് ഇക്ബാൽ? പക്ഷേ ഇന്നാണ് ഭരണസമിതിയിലുള്ള ആളുകൾ, ഈ ഭരണം കാഴ്ചവെക്കുന്ന ആളുകൾ എൻ്റെ വീട്ടിൽ ഇന്ന് വന്നു. കാര്യങ്ങൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും, രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതായത് ഇതിൻ്റെ മുന്നേയും ഇവർ തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയിട്ടും ഇവിടെ പുറത്ത് വെച്ച് സംസാരം അവർ തന്നെ ഒതുക്കി തീർത്ത്, അന്ന് 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ അവർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് കേട്ട്
ആ കുട്ടികൾ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കഴിഞ്ഞത്. അന്നൊരു ആക്ഷൻ പോലും ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു കുട്ടിയെ വകവരുത്തിയിട്ട് പോലും ഒരു ഊർജ്ജസ്വലത്തോടെ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞാൻ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒന്നുമല്ല പറയുന്നത്. ഒരു രക്ഷിതാവ് എന്നുള്ള എൻ്റെ കുട്ടി നഷ്ടപ്പെട്ട ആ വേദനയോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഗവൺമെൻറ്റിനോടും നീതിപീഠത്തിനോടും പൂർണ്ണമായി വിശ്വാസമുണ്ട്. നീതി കിട്ടുമെന്നുള്ള ഉറപ്പ് വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. എന്നാലും ഒരു ആശ്വാസവാക്കായിട്ട് നമുക്ക് നോക്കാം, അവർക്ക് കിട്ടാവുന്ന ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാം എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.